നവീൻ ബാബുവിൻ്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും CPM-നും. ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ, ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ്? ആരുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ? എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരായി കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച CPM സെക്രട്ടറി പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? ഈ തുടങ്ങിയ CPM-മായി ബന്ധപ്പെട്ട ദുരൂഹതകൾ CBI അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടാൽ, ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് CBIക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട്? സർക്കാരോ CPM-ഓ കുറ്റക്കാരല്ല, CPM നേതാക്കൾ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു CBI അന്വേഷണം നടക്കുന്നതിന് സർക്കാരിന് എന്തിനാണ് എതിർപ്പ്? അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ? ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ, കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല.